അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 6 വയസ്സായപ്പോൾ ഒരു യാത്ര പോവുകയാണ്. എവിടത്തേക്കാ യാത്ര? യസ്രിബിലേക്കാണ്. നമ്മളിപ്പോ സ്കൂളെല്ലാം അടച്ച സമയം, കുട്ടികള് ടൂറിനെല്ലാം പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കും. ഞാൻ പിന്നെ ചിലപ്പോ ദൂരം വേദാടെങ്കിലും ഉണ്ടെങ്കിൽ മോനെ അടക്കൾ ചില 1-2 ആളെ കൂട്ടും. എന്നാല് അവരെ ടൂറുമായി നമുക്ക് സമയവും പോവില്ല. അള്ളാഹു തആല നമ്മുടെ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾക്ക് എൻ്റെ കുടുംബത്തെ ശരിക്കും അറിയില്ലല്ലോ, നിങ്ങൾ ആമീൻ ഉറക്കെ പറഞ്ഞു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സ്റ്റേജിലുള്ള ഉസ്താദ്മാർ നല്ലോണം ഇഖ്ലാസിൽ ആമീൻ പറയുന്നുള്ളത് ഓർക്ക് പ്രത്യേകിച്ച് ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ നിങ്ങൾ ആമീൻ പറയുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്, കേൾക്കുന്നില്ല. അതുകൊണ്ട് ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി പറഞ്ഞത്. ഉറങ്ങിപ്പോണ്ട്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈറ് ബർക്കത്ത് സന്തോഷം, നമ്മുടെ കുടുംബത്തിനെല്ലാം അള്ളാഹു തആല സന്തോഷം നൽകട്ടെ. നിങ്ങൾ നോക്കി ഗൾഫിൽ നിന്നെല്ലാം പെരുന്നാൾ ചോദിക്കും, മോനെ എനിക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, വന്നിട്ട് ഇടങ്ങ് പോയാൽ മതി എന്ന്. സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് ഞാൻ പരസ്യം ചെയ്യുന്നില്ല. ചില ആൾ പറയും ചില സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി. ടൂറ് പോലെ കുട്ടികൾക്ക് ഒരു ഇഷ്ട. 6 വയസ്സായപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, നമുക്ക് ടൂർ പോകണം. എടുത്തേക്കാ പോണ്ടേ? യസ്രിബിലേക്കാണ്. എന്താണ് യസ്രിബിന്റെ പ്രത്യേകത? യസ്രിബിന്റെ പ്രത്യേകത ഭർത്താവിന്റെ ഉപ്പയായ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ സൽമ ബിൻത് അംറിന്റെ നാടാണ്. ബനു നജ്ജാർ ഗോത്രക്കാരിയാണ്. ഉപ്പാപ്പയായ ഹാഷിം കല്യാണം കഴിച്ചത് യസ്രിബിൽ നിന്നാണ്. പിന്നെ അദ്ദേഹം മരണപ്പെട്ടതാണ്. ഷൈബ എന്നു പേരുള്ള അബ്ദുൽ മുത്തലിബിനെ എളാപ്പയായ മുത്തലിബ് മദീനയിൽ നിന്ന് യസ്രിബിൽ നിന്ന് മക്കയിലേക്ക് 7 വയസ്സായപ്പോൾ കൂട്ടിക്കൊണ്ടുവന്നതാണ്. മുത്തലിബിന്റെ ബാക്കിലിരുന്ന് ഒട്ടകത്തിൽ ഇങ്ങനെ വരുന്നപ്പോ ഷൈബ എന്നുള്ള പേരിൽ മറ്റേ ആള് മുത്തലിബും അടിമയും അബ്ദുൽ മുത്തലിബ് അങ്ങനെ പറഞ്ഞ് അബ്ദുൽ മുത്തലിബ് ആയി പോയതാണ്. അബ്ദുൽ മുത്തലിബിന്റെ അമ്മാമാരുടെ ഒക്കെ നാടാണ് യസ്രിബ്. അവിടെ ഒന്ന് പോയി കാണാം, കുടുംബക്കാരിലൊന്ന് കാണാമല്ലോ. അതിനേക്കാളും വലിയൊരാഗ്രഹമാണ് തന്റെ പ്രിയപ്പെട്ട അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, തന്റെ മകന്റെ ബാപ്പ, ആ ബാപ്പയുടെ ഖബറുള്ളത് യസ്രിബിലാണ്. അതാമിന ബീബിക്ക് കൽബിന്റെ ഉള്ളിലെ വലിയ ഒരു സങ്കടമാണ്. കല്യാണം കഴിഞ്ഞിട്ട് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെയും ആമിന ബീബിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. അപ്പോഴാണ് ഷാമിലേക്ക് ഒരു കച്ചവട സംഘം, വലിയ വിശാലമായ ഒരു കച്ചവട സംഘം പോകുന്നത്. അമീറായിട്ട് നറുക്ക് വീണത് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനാണ്. കല്യാണം കഴിഞ്ഞ ഉടനെ ഗൾഫിലേക്ക് പോകുന്ന പ്രവാസി ഉണ്ടെങ്കിൽ അവർക്ക് വേഗം മനസ്സിലാവും സങ്കടം. ഒരാഴ്ചന്റെ കല്യാണം കഴിഞ്ഞ് ആകെ ഒരാഴ്ച ആയിട്ടുള്ളൂ, ഗൾഫ് പോവുകയാണ്. ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ വരുള്ളൂ. രാവിലെ ഗൾഫ് പോയി ഉച്ചക്ക് വന്ന് വൈകുന്നേരം. ആദ്യം ഗൾഫ് പോകുന്ന പൈസക്കാരനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. 1 കൊല്ലം 2 കൊല്ലത്തേക്കെല്ലാം ഗൾഫിൽ നിന്ന് വരൂലേ, അങ്ങനത്തെ ആകെ കുറച്ച് ദിവസത്തെ ലീവ് കിട്ടി, കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പോവുകയാണ്. അതൊരു സങ്കടം. അള്ളാഹു തആല നമുക്ക് പ്രവാസികൾക്ക് പ്രത്യേകിച്ച് ബർക്കത്ത് ചെയ്യട്ടെ. യുദ്ധം അള്ളാഹു തആല മുത്തുനബിന്റെ ബർക്കത്ത് കൊണ്ട് അവസാനിപ്പിക്കട്ടെ. ആമിന ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കല്യാണം കഴിഞ്ഞു. അബ്ദുള്ള റളിയല്ലാഹു അൻഹ യാത്ര പോയി. അപ്പോഴാണ് ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഖൽബിൽ ഒരു സന്തോഷം. എന്താ സന്തോഷം എന്നറിയോ? എല്ലാ വിരിക്കപ്പുറമുള്ള ഉമ്മമാർക്കെല്ലാം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഏത് പെണ്ണും ഭർത്താവിനോട് പറയാൻ സന്തോഷത്തോടെ കാത്തു നിൽക്കുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയോ? നിങ്ങളൊരു ഉപ്പയാകാൻ പോകുന്നുണ്ട്. മക്കളില്ലാത്ത നമ്മുടെ കുടുംബത്തിനൊക്കെ അള്ളാഹു മക്കളെ നൽകട്ടെ. അടുത്ത കൊല്ലാകുമ്പോഴേക്ക് അള്ളാഹു തആല അവരുടെ മക്കളായി ഉപ്പയും ഉമ്മയായി കൊടുക്കട്ടെ. ചില കുട്ടികളുണ്ട്, പെണ്ണുങ്ങൾക്കെല്ലാം അത് ഇഷ്ടമാണ്. ചില കുട്ടികളെ കണ്ടാൽ ഉമ്മാനോട്, ഈ പെണ്ണുങ്ങളുണ്ടല്ലോ ഇങ്ങനെ അവയവങ്ങൾ നോക്കിയിട്ട് ആളെ പറയുന്നത്, മുഖം നോക്കിയിട്ട് പറയും നിന്റെ അതേ മുഖം തന്നെ എന്നറിയും. ആരോട്? ഉമ്മാനോട്. ഉമ്മാന്റെ കൽബിൽ സന്തോഷമല്ലേ ഉണ്ടാവും, പക്ഷെ അത്ര വലിയ സന്തോഷം ഉണ്ടാവില്ല. കാരണം ഉമ്മ പ്രസവിച്ചത് ഹോസ്പിറ്റലിൽ എല്ലാവരും കണ്ടല്ലേ, എല്ലാവരും അറിഞ്ഞല്ലേ, അത് വിഷയമല്ല. ചില ആളുകൾ പറയും മോന് ഉപ്പാന്റെ അതേ മൂക്ക് എന്ന് പറയും, ഉപ്പാന്റെ അതേ ചെവി. അങ്ങനെ പറയുമ്പോ എന്താ അറിയോ? പെണ്ണുങ്ങളെ കൽബിൽ ലഡു പൊട്ടും. പുതിയ ഭാഷ വലിയ സന്തോഷാണ്. ഇവളെ കുട്ടിയാണെന്നുള്ള സന്തോഷം. അതിന്റെ പുറമെ ഉപ്പയിലേക്ക്, ഭർത്താവിലേക്ക് ചേർത്തി പറയുമ്പോൾ നീ ഉമ്മയാണ് എന്നതിന്റെ പുറമെ നിന്റെ ഭർത്താവിന്റെ കുട്ടിയാന്ന് പറയുമ്പോൾ നീ ഏറ്റവും പുണ്യമുള്ളവളാണ് എന്നും കൂടി അർത്ഥം വെക്കലുണ്ട്. നല്ല ഭാര്യയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭർത്താവിലേക്ക് ചേർത്തി പറയുമ്പോഴാണ്, കുട്ടികളെ പറയുമ്പോഴാണ് സാധാരണ പെണ്ണുങ്ങൾക്ക് ഒരു സന്തോഷം കൂടുതൽ ഉണ്ടാകുക.
അബ്ദുള്ള റളിയല്ലാഹു അൻഹു കച്ചവട സംഘവുമായി മടങ്ങി വരുമ്പോൾ ആമിന ബീവി കാത്തു നിൽക്കുന്ന എന്തിനാണെന്നറിയോ? ആമിന ബീവിക്ക് പറയാൻ അബ്ദുള്ളയോട് കാതിലൊരു സന്തോഷം പറയാനാണ്. വിശേഷമുണ്ട്. മൊബൈലുള്ള കാലമല്ല, വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ തിരിച്ചു വന്നാലല്ലാതെ വേറെ മാർഗമില്ല. അതുകൊണ്ട് വിശേഷമുണ്ട്, നിങ്ങളെ കുഞ്ഞ് വള്ളയിൽ വളരുന്നുണ്ട് എന്ന് പറയാൻ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ കാത്തു നിൽക്കുകയായിരുന്നു. കച്ചവട സംഘം അതാ 1-2 മാസങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു. സാധാരണ കച്ചവട സംഘം തിരിച്ചു വരുമ്പോൾ ദഫുമുട്ടും പാട്ടും ഒരു ബഹളമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം വരുമ്പോൾ അതൊന്നും കാണാനില്ല. അബ്ദുൽ മുത്തലിബിന്റെ അടുക്കലേക്ക്, നേതാവിന്റെ അടുക്കലേക്ക്, വീട്ടിലേക്ക് അവരൊക്കെ വന്നു. കൂട്ടത്തിൽ അമീറുമാരായിട്ടുള്ള കുറെ ആളുകൾ വന്നു. എന്തൊക്കെയോ അടക്കി പിടിച്ച് സംസാരിക്കുന്നത് ആമിന ബീവി റളിയല്ലാഹു അൻഹ കേൾക്കുകയാണ്. അബ്ദുൽ മുത്തലിബിനോട് വന്നവര് പറയുന്നു, നേതാവേ, തിരിച്ചു വരുമ്പോൾ നമ്മുടെ അമീറായ അബ്ദുള്ളക്ക് പനി ബാധിച്ചു. യാത്ര തുടരാൻ പറ്റുന്ന കോലത്തിലല്ല. അതുകൊണ്ട് നിങ്ങളെ അമ്മാവന്മാരുടെ വീട്ടിൽ യസ്രിബിൽ താമസിപ്പിച്ചിട്ടാണ് പോന്നത്. യാത്ര തുടരാൻ കഴിയില്ല. ഇത് പിൻഭാഗത്തുനിന്ന് കേട്ടപ്പോൾ, വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കേട്ടപ്പോൾ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ഖൽബ് പടച്ചു. അബ്ദുൽ മുത്തലിബ് എന്താ ചെയ്തത്? അബൂ ത്വാലിബ് എന്ന മൂത്ത മകനെ വിളിച്ചു, അബ്ദുള്ളന്റെ ജേട്ടനെ വിളിച്ചു റളിയല്ലാഹു അൻഹു. അബൂ താലിബിനെ വിളിച്ചിട്ട് പറയുന്നു, നീ പെട്ടെന്ന് യസ്രിബിലേക്ക് പോകണം. എന്ത് സംവിധാനം ഉപയോഗപ്പെടുത്തിയാലും അബ്ദുള്ളയെ കൂട്ടി വരണം. അന്ന് കാറിൽ ഗ്ലാസ് എല്ലാം പൊക്കിയിട്ട് എസിലിട്ട് വരാൻ പറ്റുന്ന കോലല്ല. ഫ്ലൈറ്റും സംവിധാനം വന്നില്ല. ഒട്ടകക്കട്ടിൽ ഒന്നുകൂടി റെഡിയാക്കിയിട്ട് കാറ്റ് കയറാതെ കൊണ്ടുവരാനല്ലേ കഴിയുള്ളൂ. അബൂ ത്വാലിബ് നേരെ പോവുകയാണ്. ഏകദേശം ഒരു 5-10 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അതുവരെ ഒരര പ്രതീക്ഷയിൽ ആമിന ബീവി കരഞ്ഞു ദ്വാരന്ന് കാത്തു നിൽക്കുകയാണ്. അബൂ ത്വാലിബ് വന്നിട്ട് അബ്ദുൽ മുത്തലിബിനോട്, ബാപ്പയോട് പറയാണ്, ബാപ്പാ, ഞാൻ യസ്രിബിലെത്തുന്നതിന്റെ തലേ ദിവസം അബ്ദുള്ള മരണപ്പെട്ടു പോയി. ഖബറടക്കം കഴിഞ്ഞിരുന്നു. സുബ്ഹാന ജല്ല ജലാലു. ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെ സങ്കടമേ. അബ്ദുൽ മുത്തലിബ് കരഞ്ഞു. പക്ഷെ മകന്റെ ഭാര്യയെ അറിയിച്ചില്ല, വേദന അറിയിക്കാതെ പോറ്റി. ഇപ്പൊ 6 കൊല്ലായി മകൻ ജനിച്ചിട്ട്. ആ അബ്ദുള്ളന്റെ ഖബറൊന്ന് സിയാറത്ത് ചെയ്യാൻ വേണ്ടിയും കൂടിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടിയിട്ട് ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ യസ്രിബിലേക്ക് പുറപ്പെടുന്നത്. ഉമ്മു ഐമൻ കൂടെയുണ്ട്. അബ്ദുള്ളന്റെ അടിമയായിരുന്നു റളിയല്ലാഹു അൻഹു. ഇപ്പോൾ മുത്തുനബിന്റെതാണ്, ആമിന ബീബിന്റെ കസ്റ്റഡിയിലാണ്. അവരും യാത്രയിലുണ്ട്. അവിടെ എത്തി 1 മാസത്തോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ താമസിച്ചു. അവിടെ നിന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീന്താൻ പഠിച്ചത്. നജ്ജാർ ഗോത്രക്കാരുടെ തടാകത്തിൽ നിന്നാണ് നീന്താൻ പഠിച്ചത്, നീന്തൽ പഠിച്ചത്. ഒരു ദിവസം ആമിന ബീബി റളിയല്ലാഹു അൻഹയും മുത്തുനബിയും 6 വയസ്സുള്ള മോനെ ആരും നോക്കിപ്പോകുന്ന സ്റ്റൈലാ. അക്മലുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെ പോകുന്ന സമയത്ത് 2 ജൂതന്മാർ, അല്ലാഹു തആല ഉമ്മത്തിനെ ജൂതന്മാരെ കെണിന്ന് രക്ഷപ്പെടുത്തട്ടെ. 2 ജൂതന്മാരിങ്ങനെ വരികയാണ്. കുറച്ചൊക്കെ അവർക്ക് വേദങ്ങളെ കുറിച്ച് പരിചയമുണ്ട്. ഒരാൾ ഇങ്ങനെ മുത്തുനബിന്റെ മുഖത്തേക്ക് എന്നെ നോക്കുന്നത് ആമിന ബീബി അത്ഭുതത്തോടെ നോക്കുകയാണ്. മോനെന്നെ നോക്കുകയാണ്. എന്നിട്ട് മറ്റൊരാളോട് പറയാണ്, ഈ 6 വയസ്സുള്ള മോനെ നോക്കിയിട്ട് പറയാ, ഹാദാ നബിയു ഹാദിഹിൽ ഉമ്മ, ഇത് ഈ ഉമ്മത്തിലെ നബിയായി വരേണ്ട ആളാണ്. വഹാദിഹി ദാറു ഹിജ്റതിഹി, ഈ യസ്രിബ് എന്ന് പറയുന്നത് ഈ നബി ഹിജ്റ വരുന്ന നാടാണ്. വസയകൂനു ബിഹാ ഖത്ലും വസബിയുൻ അംറുൻ നദീം. ഇവിടെ യുദ്ധങ്ങൾ ഉണ്ടാകും, ഒരുപാട് തടവുകാരുണ്ടാകും, കുറെ പ്രതിസന്ധികൾ ഇവിടെ വരാനുണ്ട്. ഇവർ പരസ്പരം സംസാരിക്കുന്നത് കേട്ടപ്പോൾ അന്നേ ജൂതന്മാര് ഡേഞ്ചറാണ്. ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെ മനസ്സിലെന്തോ ഒരു വേവലാതി. മോനെയും കൂട്ടി വേഗം വീട്ടിലെത്തിയിട്ട് മക്കയിലേക്ക് തിരിച്ചു പോകുന്ന യാത്രക്കൊരുങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. മകനെയും കൂട്ടി ഉമ്മു ഐമന്റെ കൂടെ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ യസ്രിബിൽ നിന്ന് വിശുദ്ധ മക്കത്തുൽ മുക്കറമയിലേക്ക് യാത്രയാവുകയാണ്. യാത്ര പോകുന്ന വഴിയിലാണ് ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് രോഗം ബാധിക്കുന്നത്.
തണുപ്പ് കാറ്റടിച്ചോ പൊടിക്കാറ്റടിച്ചോ ആമിന ബീവിക്ക് പനി പിടിക്കുകയാണ്. കയ്യിൽ കരുതിയിരുന്ന മരുന്നുകളൊക്കെ പ്രയോഗിച്ചു, ഒരു രക്ഷയുമില്ല. പരിപൂർണ ക്ഷീണത്തിലായി ആമിന ബീവി റളിയല്ലാഹു അൻഹാ അബവാഇന്റെ വീതിയിൽ ക്ഷീണിച്ചു അവിടെ കിടന്നു. ഒരു രക്ഷയില്ല, യാത്ര തുടരാൻ പറ്റുന്ന കോലത്തിലല്ല. ഉമ്മൈമന്റെ കൂടെ മുത്തുനബിയുണ്ട്, 6 വയസ്സുള്ള പൊന്നു പൈതൽ. ഉമ്മാന്റെ സങ്കടം കണ്ടിട്ട് ഉമ്മാന്റെ മാറിടത്തിൽ കിടന്ന് ഉമ്മാന്റെ കോന്തല പിടിച്ച് കിടക്കുന്ന ഉമ്മയുടെ അരികത്ത് നിന്ന് നിലവിളിക്കുന്ന പൊന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ കരയുമ്പോൾ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹാ മഹദിക്ക് മനസ്സിലായി, അല്ലാ ഇനി എനിക്ക് ജീവിതമില്ല, ശരിയായ ജീവിതത്തിലേക്ക് വരൂല. മോനെ തനിച്ചാക്കിയിട്ട് യാത്ര പോവുകയാണ് ആമിന ബീബിക്ക് മനസ്സിലായപ്പോൾ ആ പൈതലിന് 6 വയസ്സുള്ള പൊന്നു പൈതലിനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് അബവാഇന്റെ മണലാരുണ്യത്തിൽ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹാ പൊന്നുമോൻ കരയണ്ടേ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, മോനെ إن صح ما أبصرت في المنام فأنت مبعوث إلى الأنام تبعث في الحل وفي الحرام تبعث في التحقيق والإسلام ديني أبيك البر إبراهيمي فالله أنهاك عن الأصنام ألا تواليها مع الأقوام. അബവാഇന്റെ മണലാരുണ്യത്തിൽ ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെ കൽബ് നൊന്തുള്ള വദ്യം, കൽബ് നൊന്തുള്ള വിരഹത്തിന്റെ വേദന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശ്വസിപ്പിച്ചിട്ട് 6 വയസ്സുള്ള പൊന്നു മോനോട് പറയാണ്, മോനെ മോൻ കരയണ്ട, ഉമ്മ മരണപ്പെട്ട് പിരിഞ്ഞാലും മോൻ കരയണ്ട. കാനറയും സ്വഹമാബ് സ്വർതു ഫിൽമനാമീ ഫഅൻത മബ്ഊസുൻ ഇലൽ ആനാമീ. നീ എൻ്റെ പള്ളയിലുള്ള സമയത്ത് ഞാൻ ഗർഭിണിയായ അവസ്ഥയിൽ എത്രയാണ് അത്ഭുതകരമായ സ്വപ്നങ്ങൾ ഞാൻ കണ്ടത് മോനെ. കണ്ട സ്വപ്നങ്ങളെല്ലാം റെഡിയാണെങ്കിൽ എന്തൊക്കെയാണ് അത്ഭുതങ്ങൾ കണ്ടത്? അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗം ഒരു സങ്കടമായി അവിടെ നിർത്തിയാൽ മഹദിയായ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സാധാരണ ഗർഭിണികളായ സ്ത്രീകൾക്ക് ഉമ്മമാർക്കുണ്ടാകുന്ന ഒരു വേദനയും വിഷമവും സങ്കടവും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഒന്ന് കണ്ണടച്ചുറങ്ങുകയേ വേണ്ടൂ. സ്വപ്നത്തിൽ വരുന്നതാരാണ്? അബുൽ ബശർ ആദം അലൈഹിസ്സലാം, ശൈഖുൽ അംബിയാ നൂഹ് നബി, കലീമുല്ലാഹി മൂസാ, റൂഹുല്ലാഹി ഈസാ. ഓരോ നബിമാര് ഖലീലുല്ലാഹി ഇബ്രാഹിം, നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹിമുസ്സലാം. ഓരോ നബിമാര് വന്നിട്ട് അവരെ പരിചയപ്പെടുത്താണ്, ഞാൻ ഇന്നാളാണ്. എന്നിട്ട് പറയുന്ന ഹലീമ അമിന, നീ ഒരിക്കലും സങ്കടപ്പെടല്ലേ. നിന്റെ പള്ളയിൽ ഇങ്ങനെ വളർന്നു വന്ന് നീ പ്രസവിക്കാൻ പോകുന്ന മോൻ ആരാന്നറിയോ? ലോകത്ത് മുഴുവനും പ്രകാശം വിതക്കുന്ന റഹ്മത്തുൽ ലിൽ ആലമീന. നീ സങ്കടപ്പെടണ്ട, പരിശുദ്ധമായ ദീന് പ്രചരിപ്പിക്കേണ്ട റസൂലാണ് നിന്റെ വയറ്റിലുള്ളത്, ഖാതിമുൻ നബിയാണ് നിന്റെ പള്ളയിലുള്ളത്. അല്ലാഹ് ഖത്മുർ റിസാലത്തും കൊണ്ടുവരേണ്ട നേതാവാണ്. ലോകത്ത് മുഴുവനും പ്രകാശമാണ് നിന്റെ പള്ളയിലുള്ള പൊന്നുമോൻ. അതുകൊണ്ട് ആ മോൻ ജനിച്ചാൽ ഫസമ്മീഹി മുഹമ്മദാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേര് കൂടി പറഞ്ഞു കൊടുക്കാണ്, നീ മോനെ പേരിടണേ, മുഹമ്മദ് എന്ന് പേരിടണേ. അത്രയും നല്ല സന്തോഷത്തിലാണ് അമിന ബീവി ഉണ്ടായിരുന്നത്. മോനോട് പറയാണ്, മോനെ ഞാൻ ആ കണ്ട സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാണെങ്കിൽ അസിയ ബീവിയെ കണ്ടു,
മഹദിയായ മറിയം ബീവിയെ കണ്ടു. എല്ലാവരും പ്രസവ സമയത്ത് എന്തൊരു സന്തോഷത്തിലാണ് ഉണ്ടായത്. ഈ അത്ഭുതങ്ങളെല്ലാം റെഡിയാണെങ്കിൽ മോനെ ഫഅൻത മബ്ഊസുൻ ഇലൽ അഹനാമി, നീ സൃഷ്ടികളിലേക്ക്, മനുഷ്യരിലേക്ക്, അല്ലെങ്കിൽ സകല സൃഷ്ടികളിലേക്കും നിയോഗിക്കപ്പെട്ട നബിയാണ്, റസൂലാണ്. ഹറാമും ഹലാലും പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മോനാണ്. ഇസ്ലാമും ദീനൊക്കെ പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട മോനാണ്. നിന്റെ വാപ്പയായ ഉപ്പാപ്പയായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദീന് പ്രചരണം ചെയ്യേണ്ട മോനാണ് എന്ന് മാത്രമല്ല, നീ ജനിച്ച് ജീവിക്കുന്ന നാട്ടിൽ ഒരുപാട് വിഗ്രഹാരാധനയും അതുമായി ബന്ധപ്പെട്ട സംഗതികൾ പലതും ഉണ്ടാകും. അതിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്ന് നിർദ്ദേശമുള്ള മോനാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. 6 വയസ്സുള്ള പൈതലിനോട് ഉമ്മ പറയുന്ന വാക്കാണ് സുബ്ഹാനല്ലാഹ്. ആമിന ബീബി റളിയല്ലാഹു അൻഹ പിന്നെ ജീവിതത്തിലേക്ക് വന്നില്ല. 6 വയസ്സുള്ള പൊന്നിളം പൈതലിനെ അബവായിന്റെ മണ്ണിലിട്ട് മഹദിയായ ആമിന ബീബി റളിയല്ലാഹു അൻഹ എന്നേക്കുമായി കണ്ണടച്ച് പിരിഞ്ഞു. ഉമ്മു ഐമന്റെ കൂടെ ഉമ്മയുടെ മയ്യത്ത് ഖബറടക്കാൻ ശ്രമിക്കുന്ന 6 വയസ്സുള്ള പൈതലിനെ നിങ്ങളൊന്ന് കൽബിൽ കൊണ്ടുവരൂ. ഒരു ദിവസം ഉമ്മാന്റെ ഖബറിന്റെ അടുക്കൽ നിന്ന് പിറ്റേ ദിവസമാണ് പിന്നെ മക്കയിലേക്കുള്ള യാത്ര. അബ്ദുൽ മുത്തലിബ് മകന്റെ ഭാര്യയെയും പൊന്നുമോനെയും പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. 138 വയസ്സ് പ്രായമുണ്ട് അബ്ദുൽ മുത്തലിബിന്. പടുവൃദ്ധനാണ്. ആ വൃദ്ധനായ അബ്ദുൽ മുത്തലിബ് ഈ പൊന്നുമോനിങ്ങനെ കാത്തു നിൽക്കാണ്. മകന്റെ ഭാര്യ ആമിനെയും കാത്തു നിൽക്കാണ്. സുബ്ഹാനല്ലാഹ്. ഉമ്മയുടെ കൈ പിടിച്ചിട്ട് 6 വയസ്സുള്ള പൈതല് വന്നിട്ട് ഉമ്മ പോയ സങ്കടം പറഞ്ഞ് കരഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബ് വല്ലാതെ കരഞ്ഞു. പക്ഷേ ഈ പൈതല് അബ്ദുൽ മുത്തലിബിന്റെ കരച്ചില് കണ്ടില്ല. പൊന്നുമോന്റെ മുമ്പെന്ന് അബ്ദുൽ മുത്തലിബ് കരയാതിരിക്കാൻ ശ്രമിച്ചു. മോന്റെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഒരു സംഗതിയും ഉപ്പാപ്പയിൽ നിന്നുണ്ടായില്ലെന്ന് മാത്രമല്ല, 19 മക്കളാണ് അബ്ദുൽ മുത്തലിബിന് റളിയല്ലാഹു അൻഹു.